ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിലവിലെ ചാമ്പ്യന്മാരെന്ന ഖ്യാതിയുമായി എത്തിയ പാകിസ്ഥാൻ ദയനീയ ഫോമിലാണ് കളിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച ആദ്യ 2 മത്സരങ്ങളിലും പരാജയം നേരിട്ടതോടെ ടൂർണമെന്റിൽ നിന്നും അവർ പുറത്തായി കഴിഞ്ഞു. ഇന്ത്യക്കെതിരെ ദുബൈയിൽ നടന്ന മത്സരത്തിൽ പരാജയം നേടിയതോടെയാണ് പാകിസ്ഥാൻ സെമി കാണാതെ പുറത്തായത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി ഒരു മത്സരം കൂടിയാണ് പാകിസ്ഥാനുള്ളത്. വ്യാഴാഴ്ച റാവൽപിണ്ടിയിലാണ് ഈ മത്സരം നടക്കുക. ഈ കളിയിലും പരാജയപ്പെടുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ ഒരു വമ്പൻ നാണക്കേട് പാകിസ്ഥാന്റെ പേരിലാകും. ബംഗ്ലാദേശിനെതിരായ കളിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു പോയിന്റ് പോലും നേടാതെ പുറത്താകുന്ന ആദ്യത്തെ നിലവിലെ ചാമ്പ്യന്മാരായി പാകിസ്ഥാൻ മാറും. 2009 ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായ ഓസ്ട്രേലിയ 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് പുറത്തായത്. എന്നാൽ അന്ന് ഓസ്ട്രേലിയയുടെ ഒരു മത്സരം മഴയിൽ ഉപേക്ഷിച്ചതിനാൽ അവർക്ക് ഒരു പോയിന്റ് ലഭിച്ചിരുന്നു. ഇക്കുറി അതിലും വലിയൊരു നാണക്കേടിന് അരികിലാണ് പാകിസ്ഥാൻ ടീം. വ്യാഴാഴ്ച ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന കളിയിൽ തോൽക്കുകയാണെങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും ജയിക്കാതെ പുറത്താകുന്ന രണ്ടാമത്തെ ആതിഥേയ ടീം എന്ന നാണക്കേടും പാകിസ്ഥാന് സ്വന്തമാകും. 2000 കെനിയയാണ് ഇത്തരത്തിലൊരു നാണക്കേട് സ്വന്തമാക്കിയ ആദ്യ ടീം. അതേസമയം ടൂർണമെന്റിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായതിന് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ഫക്കർ സമാർ തീരുമാനമെടുത്തതായി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. തുടർച്ചയായി പരിക്കുകൾ ഏൽക്കുന്നതാണ് താരത്തെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് സൂചന. ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ ഫീൽഡ് ചെയ്യുന്നതിനിടെ ഫക്കറിന് പരിക്കേറ്റിരുന്നു. പിന്നീട് ഗ്രൗണ്ടിൽ മടങ്ങിയെത്തിയെങ്കിലും ഏറെ ബുദ്ധിമുട്ടിയാണ് താരം ബാറ്റ് ചെയ്തത്. പിന്നാലെ ഫക്കർ പരിക്കു കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായിരുന്നു. 2023 ഏകദിന ലോകകപ്പിന് ശേഷം ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ് ടീമുകൾ ഉൾപ്പെട്ട ത്രിരാഷ്ട്ര പരമ്പരയിലാണ് ഫക്കർ സമാൻ പാകിസ്ഥാൻ ടീമിലേക്ക് തിരിച്ചു വരുന്നത്. 2019 ശേഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രമായിരുന്നു ഫക്കറിന്റെ ശ്രദ്ധ. എന്നാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാകരുതെന്നാണ് ഫക്കർ സമാന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രവുമല്ല, ചാമ്പ്യൻസ് ട്രോഫിക്കിടെ പരിക്കേറ്റതിൽ ഫക്കർ അസ്വസ്ഥനാണ്. തൽക്കാലം ഒരു ഇടവേളയെടുത്ത് പരിക്കിൽ നിന്ന് മോചിതനാകാനാണ് PCB ഫക്കറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2022 മുതൽ ഫക്കറിന് മാനസികമായും ശാരീരികമായും ഒരുപാട് അസ്വസ്ഥതകൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫക്കർ 2020 മാത്രം ശ്രദ്ധിക്കുകയാകും നല്ലതെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറയുന്നു. അതേസമയം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി കാണാതെ പുറത്തായതിന് പിന്നാലെ പാക് ക്രിക്കറ്റിൽ ചില പൊട്ടലും ചീറ്റലും ഉടലെടുത്തതായി സൂചനകളുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം പാക് ക്രിക്കറ്റിൽ വമ്പൻ അഴിച്ചുപണി നടക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാക് നായകൻ മുഹമ്മദ് റിസ്വാനും പരിശീലകൻ ആക്കിബ് ജാവീദും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്വന്തം ഇഷ്ടപ്രകാരം പരിശീലകൻ നടത്തിയ ചില നീക്കങ്ങളിൽ റിസ്വാന് താല്പര്യക്കുറവ് ഉണ്ടായിരുന്നതായും അതിനിടെ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് കഷ്ടകാലത്തിന്റെ സമയം തന്നെയാണ് ഇത്.